എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ നിന്നും 26 പവൻ സ്വർണം കവർന്നു. കോഴിക്കോട് രാജച്ചൻ റോഡിലെ വീട്ടിലാണ് കവർച്ച. എം.ടി. വാസുദേവൻ നായരും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്താണ് കവർച്ച നടന്നത്. നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. റിയാസ്, എം.ടിയുടെ വീട്ടിൽ മോഷണമുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് സംഭവം? ഫിജി, ജ്ഞാനപീഠ ജേതാവ് എം.ടി. വാസുദേവൻ നായരുടെ കോഴിക്കോട് രാജച്ചൻ റോഡിലുള്ള സിതാര എന്ന വീട്ടിലാണ് കവർച്ച നടന്നത്. തുടക്കത്തിൽ എം.ടിയും കുടുംബവും വീട്ടിലില്ലാതിരുന്ന നേരത്തായിരുന്നു കവർച്ച എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പോലീസിന്റെ പരിശോധനയിൽ വ്യക്തമാക്കിയത് എം.ടിയും കുടുംബവും എല്ലാം തന്നെ വീട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കളവ് നടന്നിരിക്കുന്നത്. സാധാരണ ഈ സിതാരയിലേക്ക്, എം.ടിയുടെ വസതിയിലേക്ക് എം.ടിയെ കാണാനും മറ്റുമായി നിരവധി ആളുകൾ എത്താറുണ്ട്. അതിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. കൂടുതൽ പേര് നല്ല ആളുകൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ വന്നവരിൽ ഏതെങ്കിലും ഒരു കള്ളനാണയങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള കളവ് നടത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്നലെയാണ് എം.ടിയുടെ കുടുംബം രാത്രിയിലാണ് കോഴിക്കോട് നടക്കാവ് പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുന്നത്. 26ഓളം പവൻ സ്വർണമാണ് ഇങ്ങനെ കളവ് പോയിരിക്കുന്നത്. എം.ടിയുടെ വീടിനകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണമാണ് ഇത്തരത്തിൽ കളവ് പോയത്. സാധാരണ എം.ടിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമാണ് ഇവിടെ കൂടുതലായും ഉണ്ടാകാറുള്ളത്. അല്ലാതെ മറ്റ് വീട്ടുജോലിക്കാരും ഉണ്ടാകും. ഇവരുടെ ശ്രദ്ധ ലഭിക്കാത്ത സമയത്ത് ആയിരിക്കണം ഇത്തരത്തിലൊരു കളവ് നടന്നത് എന്നാണ് സംശയിക്കുന്നത്. ഈ മാസം 22-നും 30-നും ഇടയിലാണ് കളവ് നടന്നത് എന്നാണ്, കഴിഞ്ഞ മാസം 22-നും 30-നും ഇടയിൽ, അതായത് സെപ്റ്റംബറിലാണ് ഇത്തരത്തിലുള്ള കളവ് നടന്നത് എന്നാണ് സംശയിക്കുന്നത്. 2 ദിവസം ഈ വീട്ടുകാർ ഈ സ്വർണം മറ്റെവിടെയെങ്കിലും മാറ്റിവെച്ചോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഡോഗ് സ്ക്വാഡ് അടക്കം എം.ടിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഫിജി. റിയാസ്.